നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണവില പവന് 1.5 ലക്ഷം ആകുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ റോബർട്ട് കിയോസാക്കിയുടെ ഞെട്ടിക്കുന്ന പ്രവചനം വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സിലൂടെ പറഞ്ഞത് ഫ്യൂച്ചർ ഫോർ ഗോൾഡ് $27,000 എന്നാണ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില $5,000 മറികടന്നതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു ഔൺസ് സ്വർണത്തിന് വരും വർഷങ്ങളിൽ $27,000 ആകുമെന്ന് പറയുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ നിക്ഷേപിക്കാൻ പഠിപ്പിച്ച കിയോസാക്കി പറയുന്നത് ഇപ്പോൾ സ്വർണ്ണവിലയിൽ കാണുന്ന കുതിച്ചുചാട്ടം ഒരു തുടക്കം മാത്രമാണെന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു പ്രവചനം നടത്തിയത്? നമുക്ക് നോക്കാം. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ച തന്നെയാണ്. അമേരിക്കൻ ഡോളർ ഉൾപ്പെടെയുള്ള കറൻസികളെ അദ്ദേഹം ഫേക്ക് മണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. US ഗവൺമെന്റിന്റെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതയും ഇൻഫ്ലേഷനും സാധാരണക്കാരന്റെ സമ്പാദ്യത്തെ നശിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്വർണ്ണവില $5,000 കടക്കുന്നത് വെറും ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ് എന്നാണ്. അവിടെ നിന്ന് $27,000 യാത്ര വളരെ വേഗത്തിലായിരിക്കും. ഓഹരി വിപണിയിലോ ബോണ്ടുകളിലോ നിക്ഷേപിക്കുന്നതിനേക്കാൾ സുരക്ഷിതം സ്വർണം, വെള്ളി എന്നിവയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ റിയൽ അസറ്റ്സ് മാത്രമേ സഹായിക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച വരാനിരിക്കുകയാണെന്നും കിയോസാക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാങ്കുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ലോകം മുഴുവൻ സ്വർണത്തിലേക്ക് തിരിയും. ആ സമയത്ത് സ്വർണത്തിന്റെ ലഭ്യത കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നത് വില അവിശ്വസനീയമായ രീതിയിൽ ഉയരാൻ കാരണമാകും. വെറും ഊഹാപോഹമല്ല, മറിച്ച് ചരിത്രപരമായ കണക്കുകളും നിലവിലെ ഫെഡറൽ റിസർവ് നയങ്ങളും വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. സ്വർണം വെറും ഒരു ആഭരണമല്ല, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുള്ള രക്ഷാകവചമാണ്. കിയോസാക്കിയുടെ ഈ പ്രവചനം സംഭവിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്ന വസ്തുത നമ്മൾ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ഔൺസ് സ്വർണത്തിന് $5,107 എന്ന നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന ഈ ബുൾറൺ ഇനിയും തുടരുമോ? കിയോസാക്കിയുടെ പ്രവചനം മാറ്റി നിർത്തി നിലവിലെ സാഹചര്യം നോക്കാം. ഇന്നും MCXൽ സ്പോട്ട് ഗോൾഡ് 1.68% നേട്ടത്തിൽ 10 ഗ്രാമിന് 1,58,674 എന്ന നിലവാരത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. ഇൻട്രാഡേയിൽ 1,59,820 എന്ന നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്തു. സ്വർണ്ണവില ഉയരാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്: ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഡോളറൈസേഷനും. ഒന്നാമതായി, ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയുമാണ്. ഇത് സേഫ് ഹെവൻ അസറ്റിലേക്ക് പോകാനുള്ള പ്രവണത ആളുകളിലേക്ക് ഉയരുന്നു. ഈ കാരണങ്ങളെക്കുറിച്ച് കുറേ ദിവസങ്ങളായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം ഡോളറൈസേഷൻ ആണ്. ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളും US ഡോളറിന്മേലുള്ള തങ്ങളുടെ ആശ്രിതത്വം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഡോളറിന് പകരം സ്വർണത്തെ ഒരു കരുതൽ ധനമായി ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നു. ഇതുകൂടാതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പവും പലിശ നിരക്കിലെ അനിശ്ചിതത്വവും സ്വർണത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ദീർഘകാല നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർക്ക് ഈ ബുൾറൺ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു ആഭരണം എന്നതിലുപരി ഒരു ആഗോള സാമ്പത്തിക ആയുധമായി സ്വർണം മാറിക്കഴിഞ്ഞു. ഡോളറിന്റെ കരുത്ത് കുറയുന്നതും രാഷ്ട്രീയ പോരാട്ടങ്ങളും തുടരുന്നിടത്തോളം സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന് കൃത്യമായ സ്ഥാനം നൽകേണ്ട സമയമാണിത്. എങ്കിലും ഇവിടെ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വർണവും വെള്ളിയും മാത്രമാണ് സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സമീപിക്കുന്നത് ബുദ്ധിയല്ല. എപ്പോഴും പോർട്ട്ഫോളിയോയിൽ ഒരു നിശ്ചിത ശതമാനം മാത്രം ഉൾപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാരനും ആഭരണം എന്ന നിലയിൽ നിന്ന് നിക്ഷേപം എന്ന രീതിയിലേക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മാറ്റുന്നത് നന്നായിരിക്കും. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരുന്നത് കണ്ട് കയ്യിലുള്ള ഷെയറുകളെല്ലാം വിറ്റ് സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും മാറാൻ പ്രവണത കാണിക്കുന്നുണ്ട്. പല നിക്ഷേപകരും തങ്ങളുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ വിറ്റ് ഗോൾഡ്, സിൽവർ ETFകളിലേക്ക് പണം മാറ്റുകയാണ്. ഇതിനെക്കുറിച്ച് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: സ്വർണം എപ്പോഴും ഒരു ഹെഡ്ജ് ആയിരിക്കണം, അല്ലാതെ ഒരു ബെറ്റ് ആകരുത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ഓഹരി വിപണി തകരുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തെ സംരക്ഷിക്കാനാണ് സ്വർണം കൈവശം വെക്കുന്നത്. ഇതിനെയാണ് ഹെഡ്ജിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പലരും ലാഭം കൊയ്യാൻ വേണ്ടി മാത്രം ഓഹരികൾ വിറ്റ് സ്വർണം വാങ്ങുന്നുണ്ട്. ഇത് നിങ്ങളുടെ നിക്ഷേപത്തിലെ വൈവിധ്യം അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം, പക്ഷെ അത് മറ്റ് നിക്ഷേപങ്ങളെ തകർത്തുകൊണ്ടാകരുത്. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാതെ കൃത്യമായ അസറ്റ് അലോക്കേഷൻ പാലിക്കുക. സ്വർണം കുതിക്കുമ്പോൾ ഓഹരി വിപണിയിലെ തകർച്ചയെ പ്രതിരോധിക്കാൻ അതൊരു കവചമായി മാത്രം ഉപയോഗിക്കുക.